ജനുവരി 28 ചൊവ്വാഴ്ച. മാർക്കോസ് 3:31 മുതൽ 35 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു ജയിൽ ചാപ്ലിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കേസുകൾ ഏതാണ്? അദ്ദേഹത്തിൻ്റെ മറുപടി ഉടൻ വന്നു, ജയിലിൽ കൈകാര്യം ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തടവുകാരാണ് അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ യാതൊരു പ്രതികരണമോ വികാരമോ ഉളവാക്കാത്തവർ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെയും അവൻ്റെ സഹോദരന്മാരുടെയും സന്ദർശനം നാം കാണുന്നു. അവൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് യേശുവിൻ്റെ ചുറ്റുമുള്ള ആളുകൾ അവനോട് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞത്, ദൈവഹിതം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും തൻ്റെ അമ്മയോ സഹോദരനോ സഹോദരിയോ ആകാൻ കഴിയുമെന്നാണ്. ഇതിലൂടെ ദൈവവുമായുള്ള ബന്ധത്തിനായി വിശക്കുന്നവരെയും ദൈവേഷ്ടം ചെയ്യാൻ തയ്യാറുള്ളവരെയും ഉൾപ്പെടുത്തുന്നതിന് രക്തബന്ധുക്കൾക്കും ജീവിത പങ്കാളികൾക്കും ശിഷ്യന്മാർക്കും പുറമെ യേശുവിൻ്റെ കുടുംബത്തിൻ്റെ അതിരുകൾ വികസിച്ചിരിക്കുകയാണ്. ജീവിതത്തിലെ പ്രാഥമിക ബന്ധം ദൈവവുമായുള്ളതാണെന്ന് യേശു എടുത്തു കാണിക്കുന്നു. ഏറ്റവും ആഴമേറിയതും സ്വാഭാവികമായ ബന്ധങ്ങൾ പോലും ഈ പ്രാഥമിക സ്നേഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. അമ്മയും കുടുംബവും യേശുവിന് അവൻ്റെ ജീവിതത്തിലും മരണത്തിലും പ്രധാനമായിരുന്നു. എന്നാൽ ദൈവവചനം കേൾക്കാനും പാലിക്കാനുമുള്ള ഈ കുടുംബ ബന്ധത്തിനുള്ളിൽ ആയിരുന്നു യഥാർത്ഥ ആഹ്വാനം. ഇന്ന് തിരുസഭ വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം, അതായത് മാർച്ച് 7 ക്രിസ്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ തോമസ് അക്വീനാസിൻ്റെ 750 ചരമവാർഷികം ആചരിച്ചു. 1227 അദ്ദേഹം ജനിച്ചത്. കുലീനരായ ഇറ്റാലിയൻ മാതാപിതാക്കളുടെ മകനായി. ഒരു ക്രിസ്ത്യൻ വീക്ഷണകോണിൽ നിന്ന് പുരാതന തത്വചിന്തകരുടെ, പ്രത്യേകിച്ച് അരിസ്റ്റോട്ടലിൻ്റെ ഉൾക്കാഴ്ചകളുമായി അദ്ദേഹം ഇഴുകിച്ചേർന്നു. ഒപ്പം ഊർജ്ജസ്വലവും പുതുമയുള്ളതുമായ എന്തെങ്കിലും ഉണ്ടാക്കി ഒരു പുതിയ വിളിപ്പേര് നേടി. മാലാഖ ഡോക്ടർ അല്ലെങ്കിൽ ഏഞ്ചലിക് ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധാപൂർവമായ ദൈവശാസ്ത്ര സമ്പ്രദായം റോമൻ കത്തോലിക്കാ സഭ സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയെ ക്രിസ്ത്യൻ ദൈവശാസ്ത്രപരമായ ശ്രമത്തിൻ്റെ പരകോടിയായി കണ്ടു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം Kerala.